ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ രാവിലെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് തിരിച്ചു പോന്നു കേട്ടോ. രാവിലെ 6 മണിക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. വന്ദേ ഭാരതിലാണ് അവൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേക്കും ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോയത്. പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോകുന്ന കൊണ്ടിട്ട് ഞങ്ങൾക്ക് ട്രെയിനിലൊന്നും റിസർവേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ബസ്സിൽ ചാർജ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്ത് വന്ദേ ഭാരത് എക്സിക്യൂട്ടീവ് സീറ്റാണ്. പക്ഷേ അതിനേക്കാളും വളരെ അധികമായിരുന്നു ബസ്സിൻ്റെ ചാർജ്. അതുമാത്രമല്ല, ബസ് യാത്ര ഞങ്ങൾക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു കേട്ടോ. ഒരുപാട് സമയം എടുക്കുകയും ചെയ്ത് നമുക്ക് ഇടയ്ക്ക് ബാത്റൂമിൽ പോകാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ബസ് യാത്ര. പക്ഷേ വന്ദേ ഭാരതിൽ ഞങ്ങൾ ഏകദേശം ഒരു 7:45 അവിടെ നിന്ന് കയറി ഇവിടെ 4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. പക്ഷേ ഇവിടെ വന്ന് ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും തോരാത്ത മഴയാണ്. മഴ കാരണം അവിടെ നിന്ന് ഊബറിൽ കയറാനും മറ്റു ഊബർ കണ്ടെത്താനും മറ്റും ഭയങ്കരമായിട്ട് ഒന്ന് വിഷമിച്ചു എന്ന് മാത്രം. ഇതുവരേക്കും തോരാത്ത മഴയാണ് ചെന്നൈയിൽ. അപ്പോൾ ശങ്കറിൻ്റെ അവിടെ വണ്ടി ബുക്കാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസ് എല്ലാം എടുത്തു. കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും വളരെ ബിഫോർ കേട്ടോ, ഏകദേശം 3/4 മണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടി വന്നു. പിന്നെ വന്ദേ ഭാരതിൽ കയറി. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ എക്സിക്യൂട്ടീവ് വന്ദേ ഭാരതിൽ സീറ്റിൽ കയറുന്നത്. ഞങ്ങളുടെ പാസ് എല്ലാം വന്നിട്ട് സെക്കൻഡ് AC ആണ്. അപ്പോൾ ഇതുവരെ അല്ലാതെ നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ട്രാവൽ ചെയ്യുമ്പോഴും സെക്കൻഡ് AC തന്നെയാണ് എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ വന്ദേ ഭാരതിൽ ഇതിൽ എക്സിക്യൂട്ടീവ് സീറ്റിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. സീറ്റുകൾക്കിടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ മറ്റേത് 3 സീറ്റ്, ഇത് 2 സീറ്റ്, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വലുതായിട്ടുള്ള വ്യത്യാസമൊന്നും എനിക്ക് ഇത് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ അങ്ങനെ തോന്നിയില്ല. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ തോരാത്ത മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരേക്കും തോരാത്ത മഴയാണ് ഇവിടെ. അപ്പോൾ എനിക്ക് കുറച്ച് പേഷ്യൻസ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇനി ഫ്രൈഡേ തിരിച്ച് ശ്രീഹരിയുടെ അടുത്തേക്ക് പോവുകയുമാണ്, ഹൈദരാബാദിലേക്ക്. അപ്പോൾ അതിനു മുന്നേ ഈ പേഷ്യൻസ് എല്ലാം ഒന്ന് വന്ന് കണ്ടാൽ മതി എന്നായി. ഈ മഴയിൽ പലരും വരാൻ മടിക്കും. അപ്പോൾ അതൊക്കെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ. ഓക്കേ.